ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ. ശ്രീജിത്ത്, ഇത് VC രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള VCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി, പക്ഷേ ഇത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഒരു നടപടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇതിനെ കാണേണ്ടത്. ഇതിൽ വലിയ രാഷ്ട്രീയമുണ്ട്. സർക്കാരും ഗവർണറുമായിട്ടുള്ള പോര് അതിങ്ങനെ പതുക്കെ ശക്തമായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കി രജിസ്ട്രാർ. അത് VCയുമായി ആലോചിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ പോലും നമുക്കറിയാം അതിൻ്റെ ഒരു തുടക്കം ഈ VC മോഹൻ കുന്നുമ്മേൽ അദ്ദേഹത്തെ നിയമിക്കുന്നത്, അദ്ദേഹത്തിന് അധിക ചുമതല നൽകുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അത് കഴിഞ്ഞു വന്ന ഗവർണർ തുടക്കത്തിലൊക്കെ വലിയ സൗഹൃദത്തിലായിരുന്നു സർക്കാരുമായെങ്കിലും പിന്നീട് പതിയെ പ്രത്യേകിച്ച് ഈ ഭാരതാംബ വിവാദം എത്തുമ്പോൾ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയ വശം കൂടിയുണ്ട് ഈ നടപടിക്കിപ്പോൾ. സ്മിത, ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരും രാജ്ഭവനും തമ്മിലുണ്ടായിരുന്ന തർക്കം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. കേരള സർവകലാശാലയുടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന VCയുടെ നടപടി രാജ്ഭവൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന കാര്യം വ്യക്തമാണ്. സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ രജിസ്ട്രാർ നേരിട്ട് രാജ്ഭവനെ ബന്ധപ്പെട്ട് ഈ പരിപാടിക്ക് വരരുത് എന്ന കാര്യം അറിയിച്ചത്. ഇത് ഒരു തൻ്റെ അധികാരപരിധി കടന്നുള്ള ഒരു ഇടപെടലാണ് രജിസ്ട്രാർ നടത്തിയതെന്ന വ്യാഖ്യാനത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതലയുള്ള VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്ത പോലെ സർവകലാശാല ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ നടപടികളിലൊന്നായി ഇതിനെ കാണാം. ഈ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനമാണ്. VCക്ക് അധികാരമുണ്ട്. അതിന് നയരൂപീകരണ വേദി സിൻഡിക്കേറ്റാണ്. ഇത്തരം നടപടികൾക്ക് മുമ്പ് നയരൂപീകരണ വേദികൾ കാര്യമായ ചർച്ചയോ അല്ലെങ്കിൽ അത് വിശദീകരണം നേടുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് സിൻഡിക്കേറ്റിൻ്റെ മറ്റും അനുമതി വേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ചർച്ചയാകേണ്ടതുണ്ട്. എന്തായാലും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ട് VC ഏകപക്ഷീയമായൊരു നിലപാട് സ്വീകരിച്ചെന്ന വിമർശനമാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വിവിധ പ്രതികരണങ്ങളിലൂടെ അത് വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും രാജ്ഭവൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേരള സർവകലാശാലയുടെ ചുമതലയുള്ള VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ കേരളത്തിലെ 9 സർവകലാശാലകളുടെ VCമാരെ ഒറ്റയടിക്ക് രാജ്ഭവൻ നേരത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലെ സർവകലാശാലകൾ 13ലും താൽക്കാലിക VC എന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായത്. പലയിടത്തും ഭരണപ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അന്ന് ഗവർണർ എടുത്ത നടപടി പോലെ അതിന് സമാനമായ ഒരു അസാധാരണ നടപടി എന്ന നിലയ്ക്ക് വേണം ഈ സംഭവത്തെ കാണാൻ. എന്തായാലും സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കുന്നതിന് മാത്രമേ ഇതിടയാക്കൂ. ഭാരതാംബ വിവാദത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ആ വിവാദം പ്രവേശിച്ചിരിക്കുന്നു എന്നുകൂടി ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. ശ്രീജിത്തും ഉമേഷ് ബാലകൃഷ്ണനുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദം, അതേ തുടർന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. വൈസ് ചാൻസലറാണ് ഈ തീരുമാനമെടുത്തത്. ഉമേഷ്, ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളയാളാണ് രജിസ്ട്രാർ. അപ്പോൾ അത് VCയുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ VCയോട് കൂടിയാലോചിക്കാതെ ഇത്തരത്തിൽ ഒരു അനുമതി റദ്ദാക്കുന്ന നടപടി, പ്രത്യേകിച്ച് രാജ്ഭവനിൽ നിന്ന് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഭാരതാംബ വിവാദം ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണെങ്കിലും അത്തരത്തിലൊരു കൂടിയാലോചന നടത്താതെ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രതികരണം മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്ത നടപടി ആർക്കാണ് ചുമതല എന്നുള്ളതാണ്. രജിസ്ട്രാറുടെ ചുമതല ആർക്കായിരിക്കും? ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രശ്നം വരുന്നത് സർവകലാശാലയിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നു, അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നു. പല കാലങ്ങളിലായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. നിലവിൽ പകരം ചുമതല നൽകിയിരിക്കുന്നത് സീനിയർ ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാറിനാണ്. ഹരികുമാറിനായിരിക്കും രജിസ്ട്രാറുടെ അധിക ചുമതല. എന്തായാലും ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് ജൂൺ 25-നാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് സെനറ്റ് ഹാളിൽ ഈ സംഘർഷങ്ങളും എല്ലാം നടക്കുന്നത്. ജൂൺ 25-ന് സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ രജിസ്ട്രാറുടെ പെരുമാറ്റം അത് അനുചിതമായിരുന്നുവെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നുമാണ് ഈ സസ്പെൻഷൻ ഉത്തരവിന് കാരണമായിരിക്കുന്നത്. വൈസ് ചാൻസലർ രാജ്ഭവന് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യങ്ങൾ
സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്നുമായിരുന്നു അന്ന് വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത്. എന്തായാലും കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നില്ല എന്നും മതചിഹ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളോ രജിസ്ട്രാർ നൽകിയിട്ടില്ല എന്നും മോഹൻ കുന്നുമേൽ നേരത്തെ തന്നെ രജിസ്ട്രാറുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കവർ റിപ്പോർട്ടിൽ രാജ്ഭവനെ അറിയിച്ചിരുന്നു. എന്തായാലും ഈ നിലവിൽ ഇതൊരു രാഷ്ട്രീയ പോരിലേക്ക്, പ്രത്യക്ഷമായ രാഷ്ട്രീയ നടപടികളിലേക്ക് കടക്കും. എന്തായാലും നിലവിൽ സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം സർക്കാർ അനുകൂല അംഗങ്ങൾക്ക് തന്നെയാണ്, അതായത് ഇടതുപക്ഷ അംഗങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ 2 അംഗങ്ങൾ BJP അംഗങ്ങളുണ്ട്. സ്വാഭാവികമായി യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിൽ ഏകപക്ഷീയമായ ഒരു നടപടിയുമായി വൈസ് ചാൻസലറുടെ നടപടി പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സാധാരണഗതിയിൽ മുന്നോട്ട് പോകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും സിൻഡിക്കേറ്റ്, സാധാരണ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് 2 മാസത്തിൽ ഒരിക്കൽ ചേർന്നിരിക്കണമെന്നുള്ള നിബന്ധനയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേരിൽ മാത്രമായി ചേർന്ന് പോകുന്നു എന്നുള്ള ഒരു ആരോപണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാ നടപടികളും വൈസ് ചാൻസലർ എപ്പോഴും സ്വന്തം നിലയിൽ എടുക്കുന്നു എന്നുള്ള ഒരു ആരോപണവും നിലനിന്നിരുന്നു. ഈ ഘട്ടങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം, പ്രത്യേകിച്ച് രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയിലെ ഒരു യൂണിവേഴ്സിറ്റി സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എപ്പോഴും. ആ യൂണിവേഴ്സിറ്റികളുടെ ഹൈറാർക്കി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ചാൻസലർ എപ്പോഴും ഒരു അലങ്കാരിക പദവിയായിരിക്കും. അതിന് തൊട്ട് താഴെ വൈസ് ചാൻസലർ. അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ആളാണ് രജിസ്ട്രാറിനാണ് ഈ രീതിയിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അത് പരീക്ഷ നടത്തിപ്പ്, അക്കാഡമിക് വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളിലും പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക അതിൻ്റെ രജിസ്ട്രാർക്കായിരിക്കും. ഭരണപരമായ ഉത്തരവാദിത്തമാണ് VC ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റിന് എടുക്കാൻ കഴിയുക. ആ ഭരണപരമായ ഉത്തരവാദിത്തം ആ സിൻഡിക്കേറ്റ് മുകളിൽ നിൽക്കുമ്പോഴും രജിസ്ട്രാർ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ജൂൺ 25 സെനറ്റ് ഹാളിൽ ഒരു പരിപാടിക്ക് ഹാൾ അനുവദിക്കുകയും തുടർന്ന് ആ ഹാളിൽ മതചിഹ്നം ഉപയോഗിക്കുകയും ചെയ്തു എന്നും അതുകൊണ്ട് തന്നെ ആ കരാർ ലംഘനം, അതായത് യൂണിവേഴ്സിറ്റിയും ഈ ശ്രീ പത്മനാഭ സേവാ സമിതിയും തമ്മിലുണ്ടാക്കിയ കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് ഈ മതചിഹ്നമായി ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത് എന്നുമാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആദ്യം കണ്ടെത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചിഹ്നം ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം സംഘാടകരെ നേരിട്ട് കണ്ട് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലപാട് സംഘാടകർ എടുത്തു. തൊട്ടു പിന്നാലെ ഇവർക്കുള്ള അനുമതി റദ്ദാക്കുന്നു എന്നുള്ള ഉത്തരവ് രജിസ്ട്രാർ ഇറക്കുന്നു. ഈ രജിസ്ട്രാറിന്റെ ഉത്തരവ് ഇറങ്ങി അപ്പോൾ തന്നെ രാജ്ഭവനെയും വിവരമറിയിക്കുന്നു. രാജ്ഭവനെ വിവരമറിയിക്കുമ്പോൾ തന്നെ ഗവർണർ അവിടെ നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. അങ്ങനെ രജിസ്ട്രാർ ഈ പരിപാടി നടത്താനുള്ള അവകാശം, നടത്താനുള്ള ചുമതല ഈ സംഘാടകരിൽ നിന്ന് മാറ്റിയ ശേഷവും ഗവർണർ നേരിട്ടെത്തി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഭാരതാംബയുടെ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ രജിസ്ട്രാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചട്ടലംഘനമാണെന്നും VC അറിയിക്കാതെ നേരിട്ട് പരിപാടി റദ്ദാക്കിയിരിക്കുന്നുവെന്ന് രാജ്ഭവനെ വിളിച്ചറിയിച്ചതും ചട്ടലംഘനമാണ് എന്നും വൈസ് ചാൻസലറുടെ ഒരു ചേർന്ന് നിൽക്കുന്നവർ പ്രതികരിക്കുകയും സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ പ്രതികരണം ഇന്ന് BJP അംഗങ്ങൾ മറ്റൊരു വാർത്താക്കുറിപ്പ് കൂടി ഇറക്കിയിരുന്നു. ഇത്രയും ദിവസമായിട്ടും, അതായത് ചട്ടലംഘനം നടന്ന ഇത്രയും ദിവസമായിട്ടും രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാത്തത് അസ്വാഭാവികമാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പ് ഇറക്കി തൊട്ട് പിന്നാലെ ഇപ്പോൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ ആ നടപടി എടുത്തിരിക്കുന്നു. ശരി ഉമേഷ്, തുടരുക.